മലപ്പുറത്തെ കടുവാക്രമണത്തിന്റെ പേരിൽ DFI സ്ഥലം മാറ്റാൻ താനും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് AP അനിൽകുമാർ MLA പറയുന്നത്. വനമന്ത്രിയുടെ വാദം തള്ളുകയാണ് MLA. ആ പ്രതികരണത്തിലേക്ക്. ഒരു വലിയ ഓപ്പറേഷൻ നടക്കുന്നതിടയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന DFI സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ദൌത്യത്തിനെ ബാധിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 2 മാസം മുമ്പ് ഞാൻ മന്ത്രിയോട് നേരിട്ടും നിയമസഭയിലും പറഞ്ഞതാണ്. വളരെ ഗൌരവതരമാണ് കാര്യം, കടുവ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി അതിനകത്ത് യാതൊരു നടപടിയും എടുത്തില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ 1-ാം പ്രതി യഥാർത്ഥത്തിൽ മന്ത്രിയാണ് എന്നുള്ള കാര്യം സംശയമില്ല. ആ മന്ത്രി സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിനു പകരം മറ്റ് താഴെയിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് ഒരിക്കലും മന്ത്രി ധരിക്കരുത്. വിപിൻ സി വിജയൻ ചേർന്നു. വിപിൻ, വിവരങ്ങൾ. ഉന്മേഷ്, ഈ കടുവാ ദൌത്യം, കാളികാവ് കടുവാ ദൌത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിന് ഏകോപന ചുമതലയുള്ള DFO ധനിക് ലാലിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ വനമന്ത്രി നേരത്തെ പറഞ്ഞത് MLAയും നാട്ടുകാരും ഉൾപ്പെടെ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് ഈ നടപടി എന്നുള്ള രീതിക്കായിരുന്നു. എന്നാൽ താനോ നാട്ടുകാരോ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. വനംവകുപ്പിന് മുഴുവനായിട്ടുള്ള വീഴ്ചയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ AP അനിൽകുമാർ MLA വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ വനം മന്ത്രിയുടെ വാദങ്ങളെ ഈ ഘട്ടത്തിൽ തള്ളുകയുമാണ്. അത്തരത്തിൽ ഇപ്പോൾ ഒരു സ്ഥലം മാറ്റം ഉണ്ടായാൽ അത് ഈ ദൗത്യത്തെ തന്നെ ബാധിക്കും എന്നുള്ളത് കൂടിയാണ് MLA പറയുന്നത്. വിപിൻ സി വിജയൻ, മലപ്പുറത്ത് നിന്ന്.